നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പറ്റിയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താ ആരോണേ? പറഞ്ഞേ ആരോണേ, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താ? ഫോഴ്സ് വിച്ച് ആക്ട് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് എ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ സർക്കുലർ മോഷൻ അല്ലേ? അതായത് ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൽ സെന്ററിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പടമൊക്കെ അങ്ങ് വരച്ചാണല്ലോ. ഇപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഇപ്പം ഞാനൊരു കല്ല് കയറെ കെട്ടി കറക്കുകയാണ്. ഇതാണ് ആ കല്ല്. ഈ കല്ലിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ തന്നെ ഇങ്ങോട്ടായിരിക്കും. ഇതാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ആ കല്ല് ഇവിടെ വരുമ്പം അതിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ആരാണ് ഇവിടെ ശ്രദ്ധിക്കുക? കൊതു കളിക്കുന്നുണ്ട് ഉണ്ടോ? ഇനി ഞാൻ അവിടെ പോയിട്ട് നൈസ് സ്ലീപ്പിന്റെ അധികം എടുത്തുകൊണ്ടുവരാം. നൈസ് സ്ലീപ്പ്. ഇത് നൈസ് സ്ലീപ്പ് അല്ല. ഓക്കെ, അതായത് ആ കല്ല് ഇവിടെ വരുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടും, ആ കല്ല് ഇവിടെ വരുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടുമാണ്. ആണോ? ആണ്. എന്നാൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഉണ്ടോ? ഇങ്ങോട്ടേക്കായിരിക്കും. ഇതിനെ നമ്മൾ FC എന്നാണ് പറയുന്നത്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. F എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പം ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സോ അത് ഇങ്ങോട്ടേക്കായിരിക്കും. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സോ അത് ഇങ്ങോട്ടേക്കായിരിക്കും. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സോ അത് ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പം ഇനി ഇവിടെ ഒരു ആക്സിലറേഷൻ ആക്ട് ചെയ്യും. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഒബ്വിയസ്ലി അവിടെ ആക്സിലറേഷൻ ഉണ്ടാവും. ആ ആക്സിലറേഷൻ ഡയറക്ഷൻ അങ്ങോട്ട് തന്നെ ആയിരിക്കും, സെൻട്രലിലേക്ക് തന്നെയായിരിക്കും. AC എന്നാണ് അതിന് പറയുന്നത്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ ഇത് AC, ഇതും ACയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയായിരിക്കും. FC എങ്ങോട്ടാണ് പോകുന്നത് അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും AC പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അതായത് ഇവിടെ at each point of circular path the force is directed towards the center of the circle and thus the direction of force and also acceleration changes at each point. നോക്കിയോ, ഈ പോയിന്റിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, എന്നാൽ ഈ പോയിന്റിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഈ പോയിന്റിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓരോ പോയിന്റിലും സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഓരോന്നായിരിക്കും. അതുമൂലം ഉണ്ടാകുന്ന സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? അത് മാഗ്നിറ്റ്യൂഡ് അല്ല പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എല്ലാം സെയിം ആണ്. എവിടെ ഇപ്പം ഈ ഫോഴ്സ്, ഇപ്പം ഇവിടെ ഒരു ഫോഴ്സ് ആക്റ്റീവ് ആണ്, നമ്മുടെ ഈ ഒരു പൊസിഷനിൽ ഒരു ഫോഴ്സ് ആക്റ്റീവ് ആണ്. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ന്യൂട്ടൺ ആയിരിക്കും, ഇതും 2 ന്യൂട്ടൺ ആയിരിക്കും, ഇങ്ങോട്ടും 2 ന്യൂട്ടൺ ആയിരിക്കും, ഇങ്ങോട്ടും 2 ന്യൂട്ടൺ ആയിരിക്കും. പക്ഷേ അതിന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് അത് ഡിഫറെന്റ് ആണെന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. പിന്നെ നമ്മൾ പഠിപ്പിച്ചത്, അപ്പം എക്സാമ്പിൾ എന്താ? പ്ലാനറ്റ്സ് റിവോൾവിങ് അറൗണ്ട് ദ സണ്ണ്, സാറ്റലൈറ്റ് റിവോൾവിങ് അറൗണ്ട് പ്ലാനറ്റ്. ഇതെല്ലാം സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. കാരണം അത് കറങ്ങുന്ന സമയത്ത്, ഇപ്പൊ ഭൂമി കറങ്ങുന്ന സമയത്ത് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനിലേക്ക് അട്രാക്ട് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് ഓരോ ഇത്. അതിന്റെ ഫോഴ്സ് നോൺ ആസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ. ഇനി അടുത്തത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ്? ശരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു അസ്യൂംഡ് ഫോഴ്സ് ആണ്. ഓക്കെ, അത് ശരിക്കും റിയൽ ഫോഴ്സ് അല്ല, അത് ഫിക്ഷസ് ഫോഴ്സ് ആണ്. അത് ആ വെളിയിൽ നിന്ന് ഒരു ഒബ്സർവർ, ഇപ്പം ഒരു ഒബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആരോൺ ആണെങ്കിൽ കല്ല് കയറെ കെട്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കല്ല് കയറെ കെട്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, അത് സെന്ററിലോട്ട് മാത്രമല്ല ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, എങ്ങോട്ടാണ്? സെന്ററിൽ നിന്ന് ആ കല്ലിന്റെ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൈ മുറിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ നല്ല സ്പീഡിലൊക്കെ കയറ് കെട്ടി കറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയെ പാട് വീഴും. അതെന്തുകൊണ്ടാണ്? കല്ല് നമ്മുടെ വിരലിനെ അങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? പക്ഷെ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. പക്ഷെ ഒരിക്കലും റിയാക്ഷൻ ഫോഴ്സ് ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിയാക്ഷൻ ഫോഴ്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? റിയാക്ഷൻ ഫോഴ്സ് അല്ല. അതായത് ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടല്ല അത് അങ്ങോട്ട് ഉണ്ടാകുന്നത്. മനസ്സിലായോ? അത് റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ രണ്ട് ഒബ്ജക്റ്റും സെയിം ആയിരിക്കണം, അല്ല രണ്ട് ഒബ്ജക്റ്റും ഡിഫറെന്റ് ആയിരിക്കണം. ഇവിടെ ഒബ്ജക്റ്റ് സെയിം അല്ലേ? ഏതെല്ലാം ഉണ്ടാകുന്നത്? ഇങ്ങോട്ടുണ്ടാകുന്ന ഫോഴ്സും അങ്ങോട്ടുണ്ടാകുന്ന ഫോഴ്സും ഏതേ തന്നെ ഉണ്ടാകുന്നത്? ആ കറങ്ങുന്ന ഒബ്ജക്റ്റുകളാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? പക്ഷെ ഇപ്പം വള്ളം തുഴയുന്നു, ആക്ഷൻ എവിടെ ഉണ്ടാകുന്നത്? അതായത് ആക്ഷൻ ഉണ്ടാകുന്നത് വെള്ളത്തിലാണ് ആക്ഷൻ ഉണ്ടാകുന്നത്. റിയാക്ഷൻ ഉണ്ടാകുന്നത് എവിടെ? വള്ളത്തിലാണ്. അപ്പൊ രണ്ടിടത്താണ് ആക്ഷൻ റിയാക്ഷൻ ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ആക്ഷൻ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇവിടെ രണ്ടും എന്ത് തന്നെയാണ്? ഒരു ഒബ്ജക്റ്റിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. അതുകൊണ്ട് ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ബട്ട്
ഇറ്റ് ഈസ് ആൻ അസ്യൂംഡ് ഫോഴ്സ്. ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ഫോഴ്സ്, ഇറ്റ് ഈസ് എ ഫിക്ഷസ് ഫോഴ്സ്. നമ്മൾ അസ്യൂം ചെയ്ത് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ് അത്. ഞാൻ സെൻട്രിഫ്യൂഗൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മിഷേൽ ക്ലിയർ ആണോ? മിഷേൽ ക്ലിയർ സർ. ഓക്കെ. നമ്മുടെ സന ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. എഴുതാനുള്ള നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഓരോരുത്തർ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ആരോടെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ആരോടെ എഴുതിയോ? അത് പഴയ കുഴപ്പമില്ലായിരുന്നു. എഴുതിയോ? മാർക്ക് വരുമ്പോൾ ഞാൻ അടിക്കും. എത്ര ആയിട്ടുണ്ടായിരുന്നു? 5. നമ്മൾ എത്ര എണ്ണം പഠിച്ചതിനകത്ത്? 2. നീ എത്ര എണ്ണം പഠിച്ചു? നമ്മൾ എത്ര എണ്ണം പഠിപ്പിച്ചു? സൗണ്ട്, ഫോഴ്സ്, അതേ പഠിച്ചു. പിന്നെ 2. ഓക്കെ, നോക്കിക്കോളൂ. എഴുതിക്കോ. എ ബോഡി. നിങ്ങൾ എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ. എ ബോഡി. നിങ്ങൾ സ്ഥലം വെട്ടിട്ട് എഴുതണേ. നോട്ട് എഴുതാനുള്ള 2 പേജോ എന്തോ ആണ്, അത് വെട്ടിട്ട് എഴുതുക. വലിയ ബുക്കിലെ 2 ഫോട്ടോ ആണ് അയച്ചിരിക്കുന്നത്. എ ബോഡി ഈസ് pivoted at a point. A force of 10 Newton. A force of 10 Newton is applied. 10 Newton is applied at a distance of 30 centimeter from the pivot. Calculate the moment of force about the pivot. അതായത് ഒരു ബോഡി ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഫോഴ്സ്, നമ്മൾ അതിലോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു 10 ന്യൂട്ടൺ. അതിന്റെ പിവോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റും ഫോഴ്സ് അപ്ലൈ ചെയ്ത പോയിന്റും തമ്മിൽ 30 സെന്റിമീറ്റർ ദൂരമുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കുക. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ് മൊമെന്റ് ഓഫ് ഫോഴ്സിന്റെ വേറെ പേരെന്താ? ടോർക്കാണ് അല്ലേ? ടോർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? മൊമെന്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയല്ലേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇങ്ങനെ പഠിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര ഇവിടെ? ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെയല്ല നമ്മൾ ഒരിക്കലും ഒരു ആൻസർ ചെയ്യേണ്ടത്. എങ്ങനെയാണെന്നറിയോ? ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന സാധനം ആദ്യം എടുത്ത് എഴുതുക. ഫോഴ്സ് എത്രയാ? ഈസിക്കൽ ടു 10 ന്യൂട്ടൺ. ഡിസ്റ്റൻസ് ഈസിക്കൽ ടു എത്രയാ? 30 സെന്റിമീറ്റർ. സെന്റിമീറ്ററിൽ എന്താക്കണം? മീറ്ററിലോട്ടാക്കണം. ഇൻറ്റു എന്താ തരിക? 30 സെന്റിമീറ്റർ വിച്ച് വിൽ ബി ഈസിക്കൽ ടു 30 × 10⁻² മീറ്റർ ആണല്ലോ. ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 1 മാർക്ക് അവിടെ കിട്ടും. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഗിവൺ എന്ന് പറയുന്ന സാധനം ആദ്യം എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് 1 മാർക്ക് ഓൾറെഡി കിട്ടും. ന്യൂമറിക്ക് ആൻസർ തെറ്റിപ്പോയാലും നമുക്ക് 1 മാർക്ക് എന്തായാലും അവിടെ വീഴും. അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 1 മാർക്ക് അവിടെ തരും ന്യൂമറിക്ക്. കേട്ടോ? അപ്പോൾ അത് ചിന്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഫോഴ്സ് 10 കൊടുക്കുക. ഇൻറ്റു എത്രയാണ്? 30 × 10⁻². അപ്പോൾ എത്ര വരും? 30 × 10 300. 300 × 10⁻² വരും. ആണോ? അതിന് നമുക്ക് വേണേൽ എങ്ങനെ എഴുതാം? 300 × 10⁻² എന്ന് പറയുമ്പോൾ 1/10² എന്നല്ലേ അർത്ഥം? ആണോ? അതായത് മൈനസ് മുകളിൽ പോയിട്ടാ, താഴെ വരുമ്പോൾ പ്ലസ് ആവും. അറിയാവോ? അത് കഴിഞ്ഞ വർഷം പഠിപ്പിച്ചതാണ്. അതായത് 1/10² മുകളിൽ കൊണ്ടുപോകുമ്പോഴാണ് 1 × 10⁻² ആകുന്നത്. എഴുതാം. അത് അങ്ങനെ എഴുതി പഠിക്കരുത്. എങ്ങനെ പഠിക്കേണ്ടത്? അങ്ങനെ എഴുതി പഠിക്കരുത്. മനസ്സിലായോ? അങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം 1000ന്റെ പവറിലാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വ്യത്യാസം വരും. അങ്ങനെ ചിന്തിക്കല്. ഫൈനലി ഇങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
അപ്പം 300 ഡിവൈഡ് ബൈ 100 എന്ന് വരും. കട്ട് ചെയ്യും. എത്ര വരും? 3 ന്യൂട്ടൺ മീറ്റർ. പഠിക്കുമ്പോൾ ലോജിക്കായിട്ട് തന്നെ പഠിച്ചു പോവാം. 0.3 എഴുതാൻ പറ്റത്തില്ല ചോദിച്ചാൽ 0.3 എഴുതാൻ പറ്റും, മനസ്സിലായോ? പക്ഷെ അത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ലോജിക്കായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിങ്ങനെ എഴുതി പഠിച്ചു പോവാം. മിഷേലിന് മനസ്സിലായോ? സനയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ തരാം, തന്നെ വർക്കൗട്ട് ചെയ്യണം. The moment of force of 5 Newton about a point P is 2 Newton meter. Calculate the distance of point of application of force from point B. ഇതന്നെ ഇത് കിട്ടിയോ? ഇവിടെ എന്താ പറഞ്ഞിങ്ങനെ മൊമെന്റ് ഓഫ് ഫോഴ്സ് തന്നിട്ടുണ്ട് ഇല്ലേ? മൊമെന്റ് ഓഫ് ഫോഴ്സ് തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു 5 ആണോ? 5 ന്യൂട്ടൺ. ഒരു പിവോട്ട് ചെയ്തിട്ടുണ്ട് അതേലെ എന്താണ്, അല്ല സോറി, മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓഫ് 5 ന്യൂട്ടൺ. ഓക്കെ, മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓഫ് 5 ന്യൂട്ടൺ എബൌട്ട് എ പോയിന്റ് ഈസ് ഓക്കെ. അപ്പം 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എന്താ? ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്, ശരിയല്ലേ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 2 ന്യൂട്ടൺ മീറ്റർ അല്ലേ? യൂണിറ്റ് വെച്ചിട്ടാണ് അത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ എന്തായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ എന്താ? ഫോഴ്സ് ഇൻറ്റു എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ?
ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 തന്നിട്ടുണ്ട്, അല്ല സോറി, ഇവിടെ 2 തന്നിട്ടുണ്ട്, മൊമെന്റ് ഓഫ് ഫോഴ്സ് 2 ആണ്, ഇത് 5 ആണ്, ഈസിക്കൽ ടു ഇങ്ങനെ ഡി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2/5 ഈസിക്കൽ ടു എന്നത് വരും ഡി. ഇതാണ് അത്രയും എത്ര മീറ്ററിലല്ലേ, അത്രയും മീറ്റർ. യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ 1 മാർക്ക് പോയി. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ യൂണിറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാം ചെയ്താലും 1 മാർക്ക് പോയി കേട്ടോ. അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും പോയി. യൂണിറ്റ് ക്ലിയർ ആണോ? മിഷേൽ ക്ലിയർ ആണോ? Clear. സന ക്ലിയർ ആണോ? Clear. ഓക്കെ. A mechanic can open a nut by applying a force of 150 Newton while using a lever handle of length 40 centimeter. How long a handle is required if he wants to open it by applying a force of only 50 Newton. ഉണ്ടായിരുന്നു. നീ ചെയ്തോ? ഈ ക്വസ്റ്റ്യൻ ചെയ്തോ? എക്സാമിന് ഉണ്ടായിരുന്നു, ചെയ്തോ? അവിടെ ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചോ, നിന്റെ ടെക്സ്റ്റ് ബുക്ക് അടച്ചു. ചെയ്തേ? ഓൺലൈൻ ഇരിക്കുന്നവരും ചെയ്തേ? കിട്ടുന്നുണ്ടോ? മിഷേൽ കിട്ടിയോ? കിട്ടി. സന കിട്ടിയോ? സന കിട്ടിയില്ല. കിട്ടിയില്ല. ഓക്കെ. A mechanic can open a nut by applying a force of 150 Newton while using a lever handle of length 40 cm. How long a handle is required if you want to open it by applying a
ഫോഴ്സ് ഓഫ് ഓൺലി 50 ന്യൂട്ടൺ. അതായത് 40 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഹാൻഡിൽ വെച്ചിട്ട് ഒരു നട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി 150 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് കേസിലെ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഫസ്റ്റ് കേസ്, അതായത് ഫസ്റ്റ് കേസിലെ മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. അപ്പം അവരുദ്ദേശിക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഇതിൻ്റെ ഹാൻഡിലിന് എത്ര 40 സെൻറ്റിമീറ്റർ ആണ് നീളം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊടുക്കേണ്ട ഫോഴ്സ് എത്ര ന്യൂട്ടണാണ്? 150 ന്യൂട്ടൺ ആണ്. അപ്പോൾ എന്തായാലും നല്ല ഫോഴ്സാണ് കൊടുക്കേണ്ടത് അല്ലേ? 150 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫോഴ്സാണ്. എനിക്ക് ഈ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് കുറയ്ക്കണമെങ്കിൽ ഇവിടുത്തെ ടോർക്ക് കൂടണം അല്ലേ? എന്നാലേ ഫോഴ്സ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ടോർക്ക് കൂടെ എൻ്റെ ഫോഴ്സിനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോർക്ക് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഹാൻഡിലിൻ്റെ ലെങ്ത് കൂട്ടണം. അപ്പോൾ എത്ര ലെങ്ത് കൂട്ടിയാലാണ് ഈ 150 എന്നുള്ളത് എന്താക്കാൻ പറ്റുക? 50 ആക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ആദ്യത്തെ കേസിലുള്ള മൊമെൻ്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഇൻറ്റു എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആണോ? അവിടെ ഇപ്പം ഫോഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 40 ആണ്, അല്ല സോറി 150 ആണ് അല്ലേ? 150 ആണ് ഇൻറ്റു എന്താണ്? ഇൻറ്റു എത്രയാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പം എത്രയാ? 40 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിനെ നമുക്ക് എന്താ എഴുതാം? 40 × 10⁻² എന്ന് എഴുതാം. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വരും? 15 × 4 എന്ന് പറയുമ്പോൾ 60 വരും. 60-ൽ ഒരു 0 കൂടി ഇട്ടു, വീണ്ടും ഒരു 0 കൂടി ഇട്ടു, ഇൻറ്റു 10⁻². 2 0 മാറ്റി, അതായത് 6000 ഡിവൈഡ് ബൈ 100 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 60 ന്യൂട്ടൺ മീറ്റർ കിട്ടുന്നു. ആണല്ലോ? അപ്പോൾ 60 ന്യൂട്ടൺ മീറ്റർ ഫോഴ്സേ ഉള്ളൂ. എവിടെയാ? ഇപ്പം നമ്മൾ ഫസ്റ്റ് കേസ് വെച്ചിട്ട്. ആണോ? ഓക്കെ. ഇനി സെക്കൻഡ് കേസിൽ ഫോഴ്സ് എന്തായിരിക്കണം? ഇൻ സെക്കൻഡ് കേസ് ഫോഴ്സ് എത്ര ആയിരിക്കണം എന്ന് പറയുന്നത്? ഫോഴ്സ് എത്ര ആയിരിക്കണം? 50 ന്യൂട്ടൺ ആയിരിക്കണം. ആണോ? ആണ്. അപ്പം 50 ന്യൂട്ടൺ ആക്കണമെങ്കിൽ ലെങ്ത് ടോർക്കിന് എന്ത് ചെയ്യാൻ പാടില്ല? ടോർക്കിന് ചേഞ്ച് ഒന്നും പറ്റത്തില്ല. അപ്പം ആദ്യത്തെ കേസിലെ അത് വേണമെങ്കിൽ ഇവിടെ എടുത്ത് എഴുതിക്കണം കേട്ടോ. ആദ്യത്തെ കേസിലെ ഫോഴ്സ് എന്ന് പറയുന്നത് 150 ന്യൂട്ടൺ, ലെങ്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 × 10⁻² മീറ്റർ. ഓക്കെ. രണ്ടാമത്തെ കേസിൽ വരുന്ന സമയത്ത് നോക്കിയോ, രണ്ടാമത്തെ കേസിൽ ഇൻ സെക്കൻഡ് കേസ് ഫോഴ്സ് എത്രയാ? 50 ന്യൂട്ടൺ. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ത് തന്നെയായിരിക്കും? അപ്പം 60 ന്യൂട്ടൺ തന്നെയായിരിക്കും. നമുക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതെ, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ത് തന്നെ? മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഈക്വൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആണോ ആരോടെ? ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എത്രയാണ് ഇവിടെ? 60 ഈക്വൽ ടു ഫോഴ്സ് എത്രയാണ് ഇവിടെ? 50 ന്യൂട്ടൺ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ലെങ്ത് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആണോ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഞാൻ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ അങ്ങനെ എടുക്കുന്നത് ഡി എന്നങ്ങ് എടുക്കാം. അപ്പോൾ 60 ഈക്വൽ എന്താന്ന് വരും? 50 × d എന്ന് വരും. ആണോ? അപ്പോൾ d ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം? 60/50 എന്ന് എഴുതാം. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60/50 1.2 ആണ് അല്ലേ? അപ്പോൾ 1.2 സെൻറ്റിമീറ്റർ അല്ല, 1.2 മീറ്റർ ആണ്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ വരും? സെൻറ്റിമീറ്റർ എത്ര വരും ഇവിടെ? 120 സെൻറ്റിമീറ്റർ വരും. നേരത്തെ ലെങ്ത് എത്ര ആയിരുന്നു? ആണോ? നേരത്തെ ലെങ്ത് എത്ര ആയിരുന്നു? 40 സെൻറ്റിമീറ്റർ ആയിരുന്നു. 40 സെൻറ്റിമീറ്റർ ആയപ്പോൾ 150 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ടോർക്ക് മാറ്റാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് എന്ത് മാറ്റാം? ലെങ്ത് മാറ്റാം. അപ്പോൾ ലെങ്ത് ഞാൻ എന്താക്കി? 120 സെൻറ്റിമീറ്റർ. അതായത് ഡി ഈക്വൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഡി ഈക്വൽ 1.2 മീറ്റർ. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 120 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. നേരത്തെ 40 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ലെങ്ത് കൂട്ടി 120 സെൻറ്റിമീറ്റർ ആക്കിയപ്പോൾ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എന്ത് ചെയ്തു? കുറഞ്ഞു. അതാണ് ക്ലിയർ ആണല്ലോ? അതായത് നമ്മുടെ സൈക്കിളിൻ്റെ പഞ്ചറൊക്കെ ഒട്ടിക്കാൻ പണ്ട് ചെറിയ സ്പാനർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് പോയിട്ട് നമ്മുടെ എന്താണ് വലിയ പാണ്ടിയൂരിയുടെ ഒക്കെ സ്പാനർ എടുത്ത് അയക്കാൻ പറ്റുമോടെ? ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ? അപ്പം അതെന്തുകൊണ്ടാണ് പറ്റാത്തത്? അവിടെ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു, ലെങ്ത് വളരെ കുറവാണ്. അപ്പോൾ ടോർക്ക് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ലെങ്ത് വെച്ച് ചെയ്യുമ്പോൾ ടോർക്ക് ഇതാണ്. അപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ലെങ്ത് കൂട്ടുക എന്നുള്ളത്. ലെങ്ത് കൂട്ടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. ശരിയാ, കുഴപ്പമില്ല. എങ്ങനെയാണ് കമ്പയർ ചെയ്തതെന്ന് ആവശ്യം? രണ്ടിൻ്റെ ടോർക്ക് സെയിമാണ്. കറക്റ്റ്. ക്ലിയർ ആണോ നിങ്ങളെ? സന ഒന്നും പറഞ്ഞില്ല. സന
മനസ്സിലായി സർ. ആണെങ്കിലേ ആണെന്ന് പറയാം കേട്ടോ സന. ആയി സർ. ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് ഇതാണ്. The iron door iron door of a building iron door of a building is 3 meter broad. വീതി 3 മീറ്റർ ഉണ്ടെന്ന് അർത്ഥം. ബ്രോഡ് ബ്രെഡ് ആണ് ഉദ്ദേശിക്കുന്നത്. It can be opened by applying a force of 100 newton normally at the middle of the door. Calculate the torque needed to open the door. രണ്ടാമത്തേത് the least force. And its point of application to open the door.
നോക്കിയോ, എക്സ്പ്ലെയിൻ ചെയ്യാം. തനിക്ക് കിട്ടിയോ? ഫസ്റ്റ് കിട്ടി സർ. ഓക്കെ, നോക്കിയോ. അതായത് നമുക്ക് വേണ്ടത് ദ ഡോർ ഓഫ് എ ബിൽഡിംഗ് ഈസ് 3 മീറ്റർ ബ്രോഡ്. അപ്പം നോക്കിയോ, നമ്മൾ ആ ഡോർ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുന്നു. ഈ ഡോറിൻ്റെ ഇതാണല്ലോ നമ്മുടെ ഡോർ സാധാരണ ഈ ഒരു രീതിയിലാണല്ലോ ഇരിക്കുന്നത് അല്ലേ. ഈ ഡോറിൻ്റെ പിടി നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അല്ലേ. അതിൻ്റെ ഹിഞ്ചസ് ഇവിടെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഡോറിൻ്റെ എത്ര മീറ്റർ ബ്രോഡാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ഡോർ 3 മീറ്റർ ബ്രോഡാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആദ്യം കൊടുക്കും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വി അപ്ലൈ ഫോഴ്സ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ഇതെന്ന്. അപ്പോൾ മിഡിൽ ഓഫ് ദ ഇതെന്ന് പറയുമ്പോഴത്തേക്കും 1.5 മീറ്റർ ആയിട്ട് മാറി. എന്താ ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്? നമ്മുടെ ഇക്വേഷൻ എന്താ? മനസ്സിലായില്ല, നിനക്ക് മനസ്സിലായില്ല. ഇവിടെ ശ്രദ്ധിക്കും, നീ ഇവിടെ അല്ല, നീ വേറെ എന്തോ ചിന്തിച്ചോണ്ടിരിക്കുക. നമ്മളൊരു കഥക് 3 മീറ്റർ ആണ് അതിൻ്റെ വീതി. നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. സെൻറ്റർ 3 മീറ്റർ വീതിയുള്ള ഒരു കഥകിൻ്റെ സെൻറ്ററിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 1.5. എവിടെ നിന്ന്? ആ ഹിഞ്ചസിൽ നിന്ന്. അപ്പോൾ എനിക്ക് അവിടുത്തെ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ അവിടെ ഫോഴ്സ് എത്രയാ? എത്ര ന്യൂട്രൺ ഫോഴ്സാണ് കൊടുത്തിരിക്കുന്നത്? 100 ന്യൂട്രനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കൃത്യം നടുക്കൂ ഇങ്ങനെ തെള്ളുക. അപ്പം 100 ന്യൂട്രൺ കൊടുത്തു. എത്ര ഡിസ്റ്റൻസിലാണ് കൊടുത്തിരിക്കുന്നത്? 1.5 മീറ്ററാണ്. അപ്പം നോക്കി എത്ര വരും? എത്ര വരിക? 1.5 തന്നെയല്ലേ അല്ലേ? ഓക്കെ, അപ്പം 150 ന്യൂട്ടൺ മീറ്റർ എന്നായിരിക്കും. ഞാൻ എവിടെ കൊടുക്കുമ്പോൾ ഉള്ള ടോർക്ക്? ഞാൻ കൃത്യം നടുക്ക് ഫോഴ്സ് കൊടുത്ത് തുറന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ടോർക്കാണ് ഇത്. ഓക്കെ, ഇനി അവരെന്തോ പറഞ്ഞിരിക്കുന്നത്? ലീസ്റ്റ് ഫോഴ്സ് കൊടുത്തിട്ട് കഥക് തുറക്കണമെങ്കിൽ ഞാൻ എത്ര പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എവിടെ ആയിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാ? എവിടെ ആയിരിക്കണം? ഞാൻ നീ നിന്റെ വീടിൻ്റെ കഥക് തുറക്കുമ്പോൾ നീ എവിടെ നിന്ന് കഥക് തുറക്കുമ്പോഴാണ് നിനക്ക് കുറച്ച് ഫോഴ്സ് അപ്ലൈ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? അതായത് 3 മീറ്റർ ഫ്രം ദ hinges at the free end അല്ല, hinges at the free end എന്ന് വേണ്ട, 3 മീറ്റർ ഫ്രം ദ hinges എന്ന് കൊടുത്താൽ മതി. that is എന്ന് കൊടുത്തിട്ട് that is near free end. that is near എന്താണ്? ഫ്രീ എൻഡ്. ഇനി എന്താ അവർ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? അവിടെ അപ്ലൈ ആവുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ അപ്ലൈ ആവുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷൻ എന്ത് തന്നെയാണ്? മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അവിടെ അപ്ലൈ ആവേണ്ട ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത്. മൊമെന്റ് ഓഫ് ഫോഴ്സ് എത്ര തന്നെ? അത് എവിടെ കൊടുത്താലും ടോർക്ക് എത്ര തന്നെയാണ്? 150 തന്നെയാണ്, ആണോ? അപ്പം ഇവിടെ മൊമെന്റ് ഓഫ് ഫോഴ്സ് 150 ഈസ് ഈക്വൽ ടു ഫോഴ്സ് എത്രയാണ് ഇവിടെ? ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ? 3 ആണ് ഇല്ലേ? ആരോട് ഇവിടെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ 150/3 ഈസ് ഈക്വൽ ടു എന്താ? എഫ്. അവിടെ നിന്ന് എഫ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 150/3 എന്ന് പറയുമ്പോൾ എത്ര? 50 ന്യൂട്രൺ ആയിരിക്കും. നമ്മൾ 3 മീറ്റർ ഇപ്പുറത്ത് അല്ലെങ്കിൽ ഫ്രീ എൻഡിൽ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കണമെങ്കിൽ 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. ഇത്രയും ടോർക്ക് ഉണ്ടാവണമെങ്കിൽ. മിഷേൽ ഓക്കെ ആണോ? മിഷേലെ അതെ സർ. സന ഓക്കെ ആണോ? സന ഓക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എഴുതിക്കോ.
uniform uniform meter rule rest horizontally on a knife edge at the 60 centimeter mark. When a mass of 100 gram is suspended from one end, draw a diagram of the arrangement. ഒന്നാമത്തെ question, at which end must this mass be suspended. B. അടുത്തത്, what is the mass of the rule. മൂന്നാമത്തേത്, അല്ല ഇത് രണ്ടെണ്ണം ചെയ്താണ്. 10 gram.
ഇവരെന്തോ പറഞ്ഞിരിക്കുന്നത് യൂണിഫോം മീറ്റർ റൂള് എവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു നൈഫ് എഡ്ജിൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എവിടാണ്? 60 സെൻറ്റിമീറ്റർ മാർക്ക്. അപ്പോൾ എപ്പോഴും ആലോചിച്ചോണം, ഒരു മീറ്റർ റൂൾ എന്ന് പറയുമ്പോൾ സ്കെയിലാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്തുവാ? ഒരു സ്കെയിലാണ്. ഓക്കെ, ആ സ്കെയിൽ എന്ത് ചെയ്തിരിക്കുക, എവിടെ റെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഇതാണ് സ്കെയിൽ. ഓക്കെ, ഈ സ്കെയിൽ എത്ര ഉണ്ട് മൊത്തം? 100. അപ്പോൾ അത് എത്ര സെൻറ്റിമീറ്ററിലാണ് അത് നൈഫ് അടിച്ചിരിക്കുന്നത്? അപ്പം നോക്കിയോ, ഇത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ, ഇത് 50 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ, ഇത് 10 മാറി 60 ആണെന്ന് വിചാരിച്ചോ, ഇത് 100 സെൻറ്റിമീറ്റർ. ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണ് പറയുന്നത്. അപ്പോൾ 60 സെൻറ്റിമീറ്ററാണ് എന്തിരിക്കുന്നത്, നൈഫ് എഡ്ജ് ഇരിക്കുന്നത്. അപ്പം അറ്റ് യൂണിഫോം മീറ്റർ റൂൾ റെസ്റ്റ് ഹൊറിസോണ്ടലി ഓൺ എ നൈഫ് എഡ്ജ്, അത് നമ്മൾ വരച്ചു അറ്റ് 60 സെൻറ്റിമീറ്റർ. വെൻ എ മാസ് ഓഫ് 100 gram is suspended from one end. അപ്പം ഇങ്ങനെ ഇരിക്കണമെങ്കിൽ മാസ് എവിടെ ആയിരിക്കണം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? സസ്പെൻഡഡ് ഫ്രം വൺ എൻഡ്. എങ്ങനെയായിരിക്കണം മാസ് എവിടെ ആയിരിക്കണം തൂക്കിയിട്ടിരിക്കുന്നത്? റെസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പം ഇങ്ങനെ നേരെ നിൽക്കുക എന്നർത്ഥം ഇല്ലേ? അപ്പം എങ്ങനെയായിരിക്കണം? നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഇതാണ്ട് ഇവിടെ ഹോൾഡ് ചെയ്യണമെന്നാണ് 10 ആണല്ലോ. കാരണം ഇങ്ങോട്ടേക്ക് ഇച്ചിരി നീങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇതാണ് നമ്മുടെ മീറ്റർ സ്കെയിൽ. ഇതാണ് നമ്മുടെ മീറ്റർ സ്കെയിൽ. ഇതിന്റെ പകുതിയിൽ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു വെയിറ്റും ഹാങ് ചെയ്യാതെ എനിക്ക് എന്ത് ചെയ്യാം, കൃത്യം പകുതിയിൽ ഇവനെ എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും. ഫാൻ കിടക്കുന്നതുകൊണ്ടാണ് ഇത് അല്ലേ? അപ്പം എനിക്ക് ഇവിടെ ഇവനെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പകുതിയുടെ കുറച്ച് ഇപ്പുറത്ത് ഇവനെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ വെയിറ്റ് ഹാങ് ചെയ്താലേ പറ്റത്തുള്ളൂ? ഇവിടെ വെയിറ്റ് ഹാങ് ചെയ്യണോ, ഇവിടെ വെയിറ്റ് ഹാങ് ചെയ്യണോ? ഇവിടെയോ? ഇവിടെ ഓൾറെഡി ഞാൻ പകുതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇതിങ്ങനെ പോകും. അപ്പോൾ ഇത് ലെവലാവണേ എന്ത് ചെയ്യണം? അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം നോക്കിക്കോളൂ. ശരിയല്ലേ? ഈ പേന നോക്കിക്കോ, ഈ പേന കൃത്യം എൻ്റെ ഇതിൻ്റെ നടുക്ക് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇങ്ങനെ നിർത്താം ഇല്ലേ? നടുക്ക് നിർത്തിയാൽ നമുക്ക് തന്നെ ഇങ്ങനെ നിർത്താം. ആണോ? കാണുന്നുണ്ടോ? മിഷേല് കാണുന്നുണ്ടോ? സനയ്ക്ക് കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം ഇവിടെ ഞാൻ ഇപ്പം ഇങ്ങനെയാണ് അതിൻ്റെ, അതായത് കൃത്യം 50 സെൻറ്റിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, വെയിറ്റ് ഒന്നും ഹാങ് ചെയ്യണ്ട. എന്നാൽ എനിക്ക് ഇവനെ ഇങ്ങനെ നിർത്തേണ്ടത് ഏതിലാണ്? നൈഫ് എഡ്ജ് 60യിൽ കുറച്ചുകൂടെ നടുക്കല്ല, കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി വെക്കണം. ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ എന്താ അവസ്ഥ? രണ്ട് ഇങ്ങനെ താഴോട്ട് പോകും. എങ്ങോട്ടാ പോകുന്നത് നോക്കിയോ, ഈ 60 ഇങ്ങോട്ട്, അതായത് ഇങ്ങനെ താഴെ പോകും ഇല്ലേ? അപ്പം ഇങ്ങനെ താഴെ പോകാതിരിക്കണമെങ്കിൽ ഞാൻ വെയിറ്റ് എവിടെ ഹാങ് ചെയ്യേണ്ടി വരും? അതേണ്ട ഇവിടെ വെയിറ്റ് ഹാങ് ചെയ്യേണ്ടി വരും. നോക്കിയോ, ഞാൻ ചുമ്മാ ഒരു അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ഒന്ന് പിടിച്ച് കണ്ടോ, ഇങ്ങനെ പിടിക്കേണ്ടി വരും ഈ സൈഡിൽ. അപ്പം നമ്മുടെ പടം എങ്ങനെ വരയ്ക്കേണ്ടി വരും? പടം നേണ്ട നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന അപ്പുറത്ത് വരയ്ക്കണമെന്നാ, പക്ഷെ പടം നേണ്ട എവിടെ 10 gram തൂക്കിയിടേണ്ടത്, 10 gram വേണ്ടി ഇവിടെ തൂക്കിയിടേണ്ടി വരും. ആണോ മിഷേലേ? നമ്മൾ ഇവിടെ തൂക്കിയിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് തെറ്റാണ്. മനസ്സിലായോ? ഇവിടെ ഓൾറെഡി 60 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വെക്കുമ്പോൾ ഈ സാധനത്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട്. കാരണം ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഓൾറെഡി 50 സെൻറ്റിമീറ്റർ വെക്കുവാണെന്ന് നോക്കിയോ, ഞാൻ കൃത്യമായിട്ട് വരച്ച് കാണിക്കാം. 50 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇരിക്കും? കറക്റ്റ് ലെവലായിട്ടിരിക്കും. എന്നാൽ ഇതിനെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് 60 സെൻറ്റിമീറ്ററിലാക്കുവാന്ന് വിചാരിച്ചു. 60 സെൻറ്റിമീറ്ററിലാക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ ആവും അല്ലേ? അപ്പോൾ എനിക്ക് ഇവനെ നേരെ നിർത്തണമെങ്കിൽ എവിടെ വെയിറ്റ് ഹാങ് ചെയ്യണം? ഇവിടെ ഹാങ് ചെയ്യണോ, ഇവിടെ ഹാങ് ചെയ്യണോ? ഇപ്പുറത്തെ സൈഡിൽ ഹാങ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 10 gram തൂക്കിയിട്ടപ്പോൾ ഇത് വീണ്ടും എന്തായി? ഇങ്ങനെ 10 gram. ഐഡിയ കിട്ടിയോ? സെറ്റാണോ? അപ്പോൾ ഇങ്ങനെയാണ് പടം വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അവരെന്തോ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ മാസ് ഓഫ് റൂൾ?
ഇവിടെ ആരായിരിക്കും ഇങ്ങോട്ടുള്ള ഡയറക്ഷന് കാരണക്കാരൻ? ഇങ്ങോട്ടുള്ള ഡയറക്ഷന് കാരണക്കാരൻ ആരാ? ശരിക്കും ഇവിടെ വെയിറ്റ് എവിടെ ആക്ട് ചെയ്യുന്നതെന്നറിയോ? ഒരു റൂളറിന്റെ വെയിറ്റ് എവിടെ ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി പഠിച്ചത് എന്തുവാ? ഞാനിപ്പോൾ പേന വെയിറ്റ് ഇല്ലാതെ ഹാങ് ചെയ്തത് എവിടാ? അതിൻ്റെ സെൻറ്ററിൽ. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എപ്പോഴും വേണ്ട ഇങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്, mg. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൊണ്ടല്ലേ 60 വെക്കുമ്പോൾ ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നത്? ഇങ്ങോട്ട് പോകുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ഡയറക്ഷനാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് അല്ലേ ഉണ്ടാക്കുന്നത്? ആണോ? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് ഉണ്ടാക്കുന്നത്, ആണോ? അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻ്റ് വെച്ച് പഠിച്ചിട്ടുള്ളത് എന്താ? സം ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഈസ് ഈക്വൽ ടു എന്താ? സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്നാ, അല്ലേ? അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വേണം ഇതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട്, മാസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻ്റ്, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ആൻറ്റി ഇവിടെ ശ്രദ്ധിക്കണം, ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഈസ് ഈക്വൽ ടു എന്താ? ക്ലോക്ക് വൈസ് മൊമെൻ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ മക്കളെ? ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഈ ഇതിൻ്റെ വെയിറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ആൻറ്റി ക്ലോക്ക് വൈസ്. ഈ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന വെയിറ്റിൻ്റെ ഡയറക്ഷൻ ഇടുമ്പോൾ അതെങ്ങനെ ആവുന്നത്? ഇങ്ങോട്ടല്ലേ, അല്ലേ? ആണോ? അപ്പം ഇത് ആൻറ്റി ക്ലോക്ക് വൈസും ഇതെന്താ? ക്ലോക്ക് വൈസും. അപ്പോൾ നമുക്ക് നോക്കാം, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ആണോ? എഫ് ഇൻറ്റു ഡി ആണ്, ആണോ കുഞ്ഞുങ്ങളെ? ആണ്. ഇവിടെ എന്ത് തന്നെയാണ്? എഫ് ഇൻറ്റു എന്ത് തന്നെയാണ്? ഡി തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഫോഴ്സ് എന്താ? ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് സ്കെയിലിൻ്റെ വെയിറ്റ് ആണ്, mg ആണ്. അവിടുത്തെ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലാണ് ആ വെയിറ്റ് ആക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? എത്ര ഡിസ്റ്റൻസിലാണ്? അതായത് ഇത്രയും ഡിസ്റ്റൻസിലാണ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ 10 ഇല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 60 - 15 എഴുതാം. ഈസിക്കൽ ടു ഇവിടുത്തെ ഫോഴ്സ് എന്താ മക്കളെ? ആ 10 ഗ്രാം അല്ലേ? അവിടുത്തെ ഡിസ്റ്റൻസ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്? ഇതേണ്ട ഇത്രയും ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്. അതെത്ര? 40 ഇല്ലേ? 100 - 60 എന്ന് വേണേൽ നമുക്ക് എടുക്കാം, ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് m ഇൻറ്റു ഗ്രാവിറ്റി എന്തായിട്ട് എടുക്കാം? 10 ആയിട്ട് എടുക്കാം. m ഇൻറ്റു 10 ഇൻറ്റു എന്താണ്? m ഇൻറ്റു 10 ഇൻറ്റു 10 ഈസിക്കൽ എത്രയാ? 10 ഇൻറ്റു 40, ആണോ? അപ്പോൾ m ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് പറയുമ്പോഴത്തേക്കും 10 ഇൻറ്റു 10 100. അപ്പം m ഇൻറ്റു 100 ഈസിക്കൽ എത്രയാ? 400. അവിടുന്ന് m ഈസിക്കൽ എത്രയാ? 400/100 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 കിലോഗ്രാം കിട്ടും. അല്ല സോറി, ഗ്രാമിലല്ലേ നമ്മൾ എടുത്തത്? 100 ഗ്രാം അല്ലേ തൂക്കിയത്? 4 ഗ്രാം കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണോ? ഇതാണ് ലോജിക്ക്. ഇങ്ങനെയാണോ നിങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്? എവിടാ മിഷലെ? മനസ്സിലായോ മിഷലെ? മനസ്സിലായി സർ. ഇത് ഇങ്ങനെയാണോ നേരത്തെ മനസ്സിലാക്കി വെച്ചത്? അല്ല. അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, നമ്മൾ ആ വെയിറ്റ് തൂക്കിയിടുന്നതൊക്കെ ലോജിക്കലി മനസ്സിൽ വരണം, എന്നാലേ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. സനയ്ക്ക് മനസ്സിലായോ? സന മനസ്സിലായി സർ. കേട്ടില്ല? മനസ്സിലായി സർ. രണ്ട് ഹോംവർക്ക് തരാം ഇത്രയിലത്തെ ക്വസ്റ്റ്യൻ തന്നെ.
ഇതിന്റെ മൂന്നാമത്തെ പാർട്ട് ഇതിന്റെ താഴെ തന്നെ എഴുതിക്കോ. ഇതിന്റെ മൂന്നാമത്തെ ഒരു പാർട്ട് ഉണ്ട്, ഞാൻ എഴുതിയില്ല. നിങ്ങളുടെ അതിന്റെ ലോജിക് മീനിങ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുള്ളത് നിങ്ങൾ എഴുതിക്കോ. അപ്പോൾ ഇതിന്റെ താഴോട്ട് എഴുതിയാൽ മതി. അതിന്റെ സി പാർട്ടാണ്. The 10 gram mass is now shifted to the 90 centimeter mark. In which direction must the knife edge in which direction does the knife edge be shifted to make the rule horizontal again, to make the rule horizontal again. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ അൺസോൾഡിനകത്തെ ന്യൂമറിക്കലിനകത്തെ 4ാമത്തെ ക്വസ്റ്റ്യനും 5ാമത്തെ ക്വസ്റ്റ്യനും ചെയ്തുകൊണ്ട് വരിക. നിങ്ങൾ ചെയ്തിട്ട് അയക്കുക. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തെ പേജ് നമ്പർ 11ന്റെ 4ഉം 5ഉം ചെയ്തിട്ട് അയക്കുക. ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം.